ഇപ്പോൾ നേരത്തെ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ച് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് അധികാരത്തിലെത്തുന്നത് പുതുമയല്ലല്ലോ. MGR, ജയലളിത തുടങ്ങിയവരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് ദ്രവീഡിയൻ ആശയധാര ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വാദത്തിന് വേണ്ടി. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ സെങ്കോട്ടയ്യൻ ഒഴികെ ബാക്കി എല്ലാവരും രാഷ്ട്രീയത്തിൽ പുതിയ ആളുകളാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഇനി മന്ത്രിമാരാകാൻ വരുന്നവരൊക്കെ നേരത്തെ ഈ ആം ആദ്മി പാർട്ടി അന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തുമ്പോൾ ഇതേ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നതാണ്, ഭരണ പരിചയമില്ലാത്തവർ എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനേഷ് മൂർത്തി അവിടുന്ന് തൃഷയുടെ പേരാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ പറഞ്ഞത്. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് അതല്ലാതെ പറഞ്ഞു കേൾക്കുന്ന അവിടെ സഗായം എന്ന് പറഞ്ഞിട്ടൊരു മുൻ IAS ഉദ്യോഗസ്ഥൻ അഴിമതിക്കെതിരെ പോരാടിയിട്ടുള്ള അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം. കാരണം ഈ ഭരണ പരിചയമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഈ 18 സീറ്റുകൾ 10 സീറ്റുകളായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. അതിൽ 108 സീറ്റുകൾ TVK കിട്ടി. TVK പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ 5 സീറ്റ് കോൺഗ്രസ്. പിന്നെ CPM-ന്റെയും CPI-യുടെയും 2 വീതം സീറ്റുകൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ CPI DMK-ക്കൊപ്പമാണ്. CPM നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. VCK-ക്ക് 2 അംഗങ്ങളുണ്ട്. അവരെന്ത് നിലപാടെടുക്കുമെന്നത് പ്രധാനമാണ്. മുസ്ലിം ലീഗിന് 2 അംഗങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം കൂടി PMK അപ്പോൾ ഇവരെല്ലാം കൂടി ചേർത്ത് ഒരുപക്ഷെ വേണമെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ തന്നെ ഒരു വലിയ വിഭാഗം MLA-മാരെ DMK-എന്നോ AEADMK-എന്നോ അടർത്തിയെടുക്കുന്നതിനുള്ള ചർച്ചകളും TVK-യിൽ സജീവമായി. ഇല്ല, എനിക്ക് 2 വരിയെ പറയാനുള്ളൂ. ഒന്ന്, തമിഴ്നാട് രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കുക എന്നുള്ളത് വിജയുടെ സിനിമ പോലെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. പ്രധാനപ്പെട്ട കാര്യം BJP പോലെയുള്ള കക്ഷികളെ അല്ലെങ്കിൽ NDA-യുടെ ഭാഗമായി നിൽക്കുന്ന കക്ഷികളെ അകറ്റി നിർത്താൻ രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തി വിജയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ്. അണ്ണാ DMK-യിലെ MLA-മാരെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ BJP-ക്ക് വലിയ വേരോട്ടം അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രൂഷൻ സാധ്യമാകാത്ത തരത്തിൽ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ വിജയിക്ക് കഴിയും. പിന്നെ ഭരണപരിചയം അല്ലെങ്കിൽ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് തമിഴ്നാട്ടിലെ ജനങ്ങൾ അവർക്ക് അവരുടെ ജനവിധിയാണല്ലോ. ഇപ്പോൾ ഒരു മുന്നണി സംവിധാനം എന്ന നിലയിലൊന്നും അല്ലല്ലോ വിജയ് വന്ന് TVK എന്ന പാർട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പുതിയ മുന്നണി സംവിധാനം രൂപപ്പെടാൻ പോകുന്നു തമിഴ്നാട്ടിൽ. അതിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു. എന്തായാലും എല്ലാ കാലത്തും സംഘരാഷ്ട്രത്തോട് എതിർത്തുന്ന ആളാണ് ജോസഫ് വിജയ് എന്ന പേരൊക്കെ ചാർത്ത് കിട്ടുന്ന പിന്നീടാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന ഇപ്പോൾ തന്നെ ഞാൻ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന മതേതര സർക്കാരാണ് എന്ന് വിജയ് ഇതിനോടകം പറയുകയും ചെയ്യുന്നു. എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.